ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റിയുള്ള വിഷയം. അപ്പോൾ ഇതേ വിഷയം തന്നെ 10 വർഷം മുമ്പ് ഒരു സിനിമയായിട്ട് ഇറക്കിയായിരുന്നു. അതിൻ്റെ പേരാണ് ഡാം 999 എന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ ആ സിനിമയാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ സിനിമ ആരംഭിക്കുന്നതെന്ന് വെച്ചാൽ കുറേ ആളുകളാണെങ്കിൽ അവിടെയുള്ള ഒരു ഡാം പൊളിക്കാൻ വേണ്ടി സമരം ചെയ്യുന്നതിലൂടെയാണ്. അതിനുശേഷമാണ് അവിടെ തന്നെ മേയറായിട്ടുള്ള സായിപ്പിനെ കാണിക്കുന്നത്. പുള്ളിയാണെങ്കിൽ വെപ്രാളം വെച്ച് വിഷമിച്ച് ഒരു വീട്ടിലേക്ക് ഓടി വരും. അതിനുശേഷം പുള്ളിയുടെ വേലക്കാരനാണെങ്കിൽ പുള്ളിക്ക് മദ്യം കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് വരും. പിന്നീട് നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ സായിപ്പ് അവിടെ വെടികിട്ടി മരിച്ചു കിടക്കുന്നതാണ്. പിന്നീട് അതെല്ലാം കഴിഞ്ഞ് ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞ ശേഷം ഒരു നേവി ഓഫീസറായിട്ടുള്ള ഫെഡറിക് ആണെങ്കിൽ അവൻ്റെ ജീവിതാനുഭവങ്ങളെല്ലാം ഒരു ബുക്കായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ബുക്കിൻ്റെ പേരാണ് ഡാം 999. അങ്ങനെ ആ ബുക്ക് പ്രകാശനം ചെയ്യുന്ന വേദിയിൽ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവിടെ തന്നെ അവൻ്റെ ഭാര്യയായിട്ടുള്ള റസിയെ നിൽപ്പുണ്ട്. അങ്ങനെ ആ ബുക്ക് പ്രകാശനം ചെയ്യാനായിട്ട് അവൻ്റെ കൂട്ടുകാരനായിട്ടുള്ള വിനയനെ വിളിക്കും. അങ്ങനെ വിനയാണെങ്കിൽ ആ ബുക്ക് പ്രകാശനം ചെയ്യും. പക്ഷെ അവൻ്റെ മുഖത്തും നമുക്കറിയാൻ പറ്റും അവനാണെങ്കിൽ വളരെ വിഷമത്തിലാണെന്ന്. പിന്നീട് കഥയാണെങ്കിൽ വീണ്ടും 18 മാസം പിന്നിലേക്ക് പോകും. ഇപ്പോൾ നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ വിനയാണെങ്കിൽ അവൻ്റെ മകൻ്റെ പ്രമേഹരോഗം ചികിത്സിക്കാൻ വേണ്ടി അവൻ്റെ വൈദ്യനായിട്ടുള്ള അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നതായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്കാണ് അവന് പെട്ടെന്ന് കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ വരുന്നത്. അവൻ്റെ അച്ഛൻ തന്നെ എടുത്തു വളർത്തിയ മീര എന്ന പെൺകുട്ടിയെ പറ്റിയുള്ള ഓർമ്മകളായിരുന്നു അവന് വന്നുകൊണ്ടിരുന്നത്. കാരണം ഇവർ രണ്ടുപേരും വളരെ ഇഷ്ടത്തിലൊക്കെ ആയിരുന്നു. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇവർക്ക് തമ്മിൽ ഒരുമിക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു വിഷമം എപ്പോഴും ഇവൻ്റെ മുഖത്തുണ്ടായിരുന്നു. അങ്ങനെ അന്ന് രാത്രി അവൻ വീട്ടിലെത്തുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്നത് മീരയായിരുന്നു. അങ്ങനെ മീര അവരെ സ്വീകരിക്കും. അതിനുശേഷം അച്ഛനെ വിളിക്കട്ടെ എന്നൊക്കെ ചോദിക്കും. അപ്പോഴത്തേക്കിന് വിനയാണെങ്കിൽ അവൻ്റെ അച്ഛനെ രാവിലെ കണ്ട് സംസാരിച്ചോളാന്ന് പറഞ്ഞ ശേഷം തിരിച്ചു പോയി കിടക്കും. പിറ്റേ രാവിലെ വിനയ എഴുന്നേക്കാറാകുമ്പോഴത്തേക്കിനും അവൻ്റെ അച്ഛനായിട്ടുള്ള ശങ്കരൻ അങ്ങോട്ട് വരും. കുറേ കാലം കൂടി മകനെയും കൊച്ചുമകനെയും കാണുന്നതുകൊണ്ട് ശങ്കരനാണെങ്കിൽ വളരെ സന്തോഷത്തിലായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞാണ് പിന്നീട് പാമ്പേടി ഏറ്റ ഒരാളെ രക്ഷിച്ചും അതുപോലെ തന്നെ കളരിപ്പയറ്റ് എല്ലാം ചെയ്ത് കാണിച്ചും ശങ്കരൻ ഒരു അതിവിദഗ്ധനായിട്ടുള്ള വൈദ്യനാണ് നമ്മളെ കാണിച്ചു തരും. ഇതെല്ലാം കഴിഞ്ഞാണ് വിനയാണെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് തൻ്റെ മകൻ്റെ പ്രമേഹത്തെ പറ്റിയൊക്കെ പറയുന്നത്. അങ്ങനെ അവൻ്റെ അച്ഛനാണെങ്കിൽ അതെല്ലാം ശരിയാക്കി തരാമെന്ന് വാക്ക് കൊടുക്കും. അങ്ങനെ അവർ കുറേ ദിവസം അവിടെ നിൽക്കും. അതെല്ലാം കഴിഞ്ഞാണ് വിനയാണെങ്കിൽ അവൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ഫെഡറിക്കിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ ഫെഡറിക് ആണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഫോട്ടോയിലെല്ലാം അവരുടെ കുടുംബത്തിലെ അച്ഛനെ അപ്പൂപ്പന്മാരെല്ലാം പരിചയപ്പെടും. അന്നേരമാണ് ഫെഡറിക്കിൻ്റെ അച്ഛൻ ആരാന്ന് നമുക്ക് പിടികിട്ടുന്നത്. സിനിമയുടെ തുടക്കത്തിൽ ആ വെടിയേറ്റ് മരിക്കുന്ന സായിപ്പായിരുന്നു ഫെഡറിക്കിൻ്റെ അച്ഛൻ. അതേ കഴിഞ്ഞ് ഫെഡറിക്കാണ് വിനയ്ക്ക് അവൻ്റെ സഹോദരിയായിട്ടുള്ള മരിയയുടെ ഭർത്താവായിട്ടുള്ള ദുരയുടെയും ഫോട്ടോ കാണിച്ചു കൊടുക്കും. ദുരയാണെങ്കിൽ അവിടെ തന്നെ വലിയൊരു പൊളിറ്റിക്കൽ ലീഡറായിരുന്നു. പിന്നീട് ദുരേനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ ദുരയുടെ ആളുകൾ ആ സായിപ്പിൻ്റെ വേലക്കാരനെ പിടിച്ചുകൊണ്ട് വരുന്നതായിരുന്നു. അവനാണെങ്കിൽ എന്തോ കേസിൽ കുടുങ്ങി കുറേ കാലം ജയിലിലൊക്കെ ആയിരുന്നു. അങ്ങനെ അവൻ വന്ന് ദുരയോട് സംസാരിക്കും. ദുരയും കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച ശേഷം ഒരു പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് അവനെ കൊല്ലും. ഈ കൊലപാതകമാണെങ്കിൽ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് ദുരയുടെ ഭാര്യയായിട്ടുള്ള മരിയെ കണ്ടുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ദുര നേരെ മരിയയുടെ അടുത്തേക്ക് ചെന്ന ശേഷം പറയും അവളുടെ ആങ്ങളെ ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് അവനെ അങ്ങ് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവളെ ആങ്ങളെയും കൊന്നുകളയുമെന്ന്. പിന്നീടാണ് ഫെഡറിക്ക റസിയും കൂടെ വിനിയുടെ വീട്ടിലേക്ക് വിരുന്നിന് വരുന്നത്. ആദ്യം അവിടെ എല്ലായിടും അവർ ചുറ്റി നടന്ന് കണ്ട ശേഷം റസിയാണെങ്കിൽ മീരയുടെ അടുത്തേക്ക് എന്ന് അവളോട് വിനിയനെ ഒഴിവാക്കി വിട്ടതിനെ പറ്റിയുള്ള കാരണങ്ങളൊക്കെ ചോദിക്കും. അന്നേരമാണ് മീര സത്യമെല്ലാം പറയുന്നത്. കാരണം വിനിയുടെ അച്ഛനായിട്ടുള്ള ശങ്കരനാണെങ്കിൽ രണ്ടുപേരും ജാത കൊത്തു നോക്കിയപ്പോഴത്തേക്കിനും ഒരിക്കലും ചേരത്തില്ലെന്ന് കണ്ടുപിടിച്ചെന്നും അതുപോലെ തന്നെ ഇവരങ്ങ് എന്തെങ്കിലും ഒന്ന് ചേരുവാണെങ്കിൽ തൊട്ടടുത്ത നിമിഷം തന്നെ വലിയ ദുരന്തം ഉണ്ടാവുകയും ഇവർ രണ്ടുപേരിൽ ഒരാൾ മരണപ്പെടാൻ സാധ്യതയുണ്ടെന്നും ശങ്കരനെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അച്ഛൻ്റെ വാക്ക് ധിക്കരിക്കാൻ പറ്റാത്തതുകൊണ്ടായിരുന്നു ഇവളെന്ന് വിനയെ ഒഴിവാക്കിയെന്ന് പറയും. അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊന്നും വിനയ്ക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ അന്ന് വൈകുന്നേരം മീരയും വിനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിലാണ് മീരയാണെങ്കിൽ വിനയുടെ ഭാര്യയെപ്പറ്റി ചോദിക്കുന്നത്. അപ്പോഴത്തേക്കിന് വിനയാണെങ്കിൽ അവൻ്റെ ഭാര്യയായിട്ടുള്ള സാന്ദ്രമായിട്ട് സെപ്പറേറ്റ് ആകുന്ന അവസ്ഥയിൽ നിൽക്കുക എന്നുള്ള സത്യം പറയും. അത് കഴിഞ്ഞ് അവൻ്റെ ഭാര്യയുടെ ഫോട്ടോ ഒക്കെ മീരയ്ക്ക് കാണിച്ചു കൊടുക്കും. അവളൊരു ജേർണലിസ്റ്റ് ആണെന്നും അതുപോലെ തന്നെ ഫുൾ ടൈം ടൂറിലായതുകൊണ്ട് അവൻ്റെ മകൻ്റെ കാര്യമൊന്നും അവൾ ഒരിക്കലും നോക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പൊട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവൻ ഇരിക്കുന്നതെന്ന് പറയും. ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം മീരയും വിനയും കൂടെ അവരുടെ പഴയ ഡാം കാണാൻ വേണ്ടി പോകും. അങ്ങനെ അവർ ഡാമിൻ്റെ മുകളിൽ കൂടെ നടന്ന് അവരുടെ പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് വരുമ്പോഴാണ് പെട്ടെന്ന് അങ്ങോട്ട് അവൻ്റെ ഭാര്യയായിട്ടുള്ള സാന്ദ്ര വരുന്നത്. സാന്ദ്ര ആണെങ്കിൽ തൻ്റെ മകനെ കണ്ട ഉടനെ തന്നെ കെട്ടിപ്പിടിച്ചിരുന്ന കരയും. കാരണം അവൾക്കാണെങ്കിൽ മകനെ നോക്കാൻ പറ്റാത്തതിലുള്ള ചെറിയ കുറ്റബോധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് സാന്ദ്ര അവരുടെ കൂട്ടത്തിൽ തന്നെ വിനയുടെ വീട്ടിലേക്ക് ചെല്ലും. അവിടെ ചെന്ന് കഴിഞ്ഞ് കുറേയേറെ ശങ്കരനോട് സംസാരിച്ച ശേഷം വന്നതിൻ്റെ ഉദ്ദേശമൊക്കെ പറയും. അവളാണെങ്കിൽ ഇവിടെ ഡാമിനെ പറ്റി പഠിക്കാനാണ് വന്നതെന്ന് പറയും. അന്നേരം ശങ്കരൻ പറയും ചിലപ്പോൾ ശങ്കരൻ അവളെ സഹായിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അവളെയും കൊണ്ട് ലൈബ്രറിയിലേക്ക് പോകും. അവിടെ ചെന്നിട്ട് പഴയ പുസ്തകങ്ങളുടെ കളക്ഷനൊക്കെ അവൾക്ക് കൊടുക്കും. അന്നേരമാണ് അവൾ പറയുന്നത് അവളെ തപ്പി നടന്ന സാധനങ്ങളായിരുന്നു ഇതെന്നൊക്കെ. അത് കഴിഞ്ഞാണ് ഒരു പുസ്തകം കൊടുത്ത ശേഷം ആ ഡാമിനെ പറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശങ്കരൻ അവളോട് പറയുന്നത്. കാരണം 999 വർഷത്തേക്ക് ബ്രിട്ടീഷുകാർ കൊടുത്ത കരാറിനെ പറ്റിയുള്ള സത്യാവസ്ഥയായിരുന്നു ശങ്കരൻ അവളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ പിന്നീട് നമ്മളെ കാണിക്കുന്ന ഒരു പൊളിറ്റിക്കൽ മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അവിടെ ദുര ഇരിപ്പുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പാർട്ടിക്കാർ ഇരിപ്പുണ്ട്. ആ പാർട്ടിക്കാരെല്ലാം ദുരയ്ക്കെതിരെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കാരണം ദുരയാണെങ്കിൽ പുതിയ ഡാം കെട്ടുന്നതിൻ്റെ പേരിലൊക്കെ ഒരുപാട് അഴിമതിയും ഒരുപാട് പൈസ ഉണ്ടാക്കിയായിരുന്നു. ഇത്രയും കാലം വരണമെങ്കിൽ എല്ലാവരും ദുരേനെ പേടിച്ചിരിക്കുമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ദുരയ്ക്കെതിരെ നിൽക്കും. എന്നിട്ട് പറയും അടുത്ത ഇലക്ഷൻ ആണെങ്കിൽ ദുരേനെ മാറ്റിയിട്ട് ഫെഡറിക്കിനെ സ്ഥാനാർത്ഥിയായിട്ട് വെക്കാമെന്ന് പറയും. അതെല്ലാം കഴിഞ്ഞ് ഫെഡറിക്കിൻ്റെ അടുത്തേക്ക് വരുവാണെങ്കിൽ അവരുടെ വീട് വലിയൊരു ആഘോഷം നടക്കാൻ പോയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ റസിയാണ് ഇത്ര നാളായിട്ട് ഗർഭിണിയാകാതിരിക്കുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ശങ്കറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് അവൾ ഗർഭിണിയായി.
അങ്ങനെ അവർ ആഘോഷിക്കുന്നതിൻ്റെ ഇടയിലേക്കാണ് ക്ഷണിക്കാതെ തന്നെ ദുര കയറി വരുന്നത്. ദുരനെ കാണുമ്പോൾ തന്നെ ഫെഡറിക് ഒന്ന് പേടിക്കും. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് ദുര ഫെഡറിക്കോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ദുര വന്നതിൻ്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ ഇവനെ ഇലക്ഷന് നിർത്താൻ വേണ്ടി ചർച്ചയൊക്കെ നടത്തുന്നുണ്ടായിരുന്നത്. എങ്ങാണ് ഇവൻ നിന്ന് കഴിഞ്ഞാൽ ഇവൻ്റെ പെങ്ങളെയും കൊല്ലുമെന്ന് പറയാനായിരുന്നു. അങ്ങനെ ഈ ഭീഷണി കേട്ട് കഴിയുമ്പോഴത്തേക്കും ഫെഡറിക്കാണ് ശരിക്കും പേടി തോന്നും. കാരണം അവൻ്റെ സഹോദരിക്കാണ് മര്യാദയ്ക്ക് നടക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഈ ദുര വരുന്നത് പോകുന്നത് വല്ല ഒരു സൈഡിൽ നിന്ന് സാന്ദ്ര ഇങ്ങനെ നോക്കിക്കൊണ്ടേ നിൽപ്പുണ്ടായിരുന്നു. കാരണം അവൾ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഡാമിൻ്റെ പിന്നെ നടക്കുന്ന അഴിമതികളെല്ലാം വെളിച്ചത് കൊണ്ടുവരാൻ വേണ്ടി തന്നെയായിരുന്നു. അത് കഴിഞ്ഞാണ് സാന്ദ്രയും വിനിയും കൂടെ ഫെഡറിക്കിനോട് നിന്ന് കാര്യങ്ങളെല്ലാം ചോദിക്കും. ഫെഡറിക്കാണ് സത്യമെല്ലാം തുറന്നു പറയുമ്പോഴത്തേക്കിന് സാന്ദ്ര ആണെങ്കിൽ ഇവൻ്റെ സഹോദരിയെ രക്ഷിക്കാൻ വേണ്ടി ഒരു പ്ലാൻ ഇടും. പിറ്റേന്ന് സാന്ദ്ര ആണെങ്കിൽ ഇൻ്റർവ്യൂ എടുക്കാനെന്നുള്ള പേര് ദുരതെടുക്കുകയും അവിടെ ചെന്ന് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അതിൻ്റെ ഇടയ്ക്കാണ് പെട്ടെന്ന് ദുരയ്ക്കൊരു കോൾ വരുന്നതും അവനാണെങ്കിൽ ആ കോളിൻ്റെ പുറകെ പോകുന്നതും. അങ്ങനെ സാന്ദ്ര ആണെങ്കിൽ അവൻ കാണാത്ത പതി അവൻ്റെ വീട്ടിലേക്ക് നുഴഞ്ഞു കയറും. പിന്നീട് ഒരു വിധത്തിൽ മരിയയുടെ റൂം കണ്ടുപിടിച്ച ശേഷം മരിയോട് എന്ന് ഇന്ന് രാത്രി രക്ഷിക്കാൻ ഇവരെല്ലാം വരും എന്നുള്ള കാര്യം പറയും. അന്ന് രാത്രിയാണെങ്കിൽ ഇവർ 3 പേരും കൂടെ കാവൽക്കാരെല്ലാം കണ്ണ് വെട്ടിച്ച് അകത്ത് കയറുകയും അതുപോലെ തന്നെ മരിയനെ രക്ഷിക്കുകയും ചെയ്യും. മരിയയും ഫെഡറിക്കുവാണെങ്കിൽ ഒരുപാട് കാലം കൂടിയായിരുന്നു കാണുന്നത്. അങ്ങനെ മരിയ ആണെങ്കിൽ നടന്ന സത്യങ്ങളെല്ലാം പറയും. കാരണം എന്തെന്ന് വെച്ചാൽ ഇത്രയും കാലം എല്ലാവരും ഓർത്തുകൊണ്ടിരുന്നത് ഇവർ അച്ഛനെ ആരോ വെടിവെച്ച് കൊന്നതായിരുന്നു. പക്ഷേ ശരിക്കും അവർ അച്ഛൻ ദുര കാരണം ആത്മഹത്യ ചെയ്തതായിരുന്നു. അന്നത്തെ ദിവസം ഇവർ അച്ഛനാണെങ്കിൽ ദുരയുടെ അഴിമതികളെല്ലാം കണ്ടുപിടിച്ചായിരുന്നു. അത് ചോദ്യം ചെയ്യാൻ വരുമ്പോഴാണ് ദുരയാണെങ്കിൽ അങ്ങോട്ട് തന്നെ പറയുന്നത് ഇതെല്ലാം ചെയ്തേക്കുന്നത് ആ സായിപ്പിൻ്റെ പേരിൽ തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഈ ഡാമിനെതിരെ സമരം ചെയ്ത് ഒരുപാട് പേരെ ദൂരെ വെടിവെച്ച് കൊന്നിട്ടുണ്ടെന്നും കൂടെ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും കുറ്റബോധം കാരണം സായിപ്പ് അവിടെ പോയിരുന്നു സ്വയം വെടിവെച്ച് മരിക്കുമായിരുന്നു. അങ്ങനെ ഇതെല്ലാം കണ്ടോണ്ടായിരുന്നു അന്ന് ആ വേലക്കാരൻ വന്നത്. അതുകൊണ്ട് തന്നെയാണ് ദൂരെ ആ വേലക്കാരനെയും കൊന്നു കളഞ്ഞത്. അങ്ങനെ പിറ്റേ ദിവസമായപ്പോൾ ദൂരെയാണെങ്കിൽ മരിയ മിസ്സിംഗ് ആയിട്ടുള്ള കാര്യം അറിയും. അവൻ ഉടനെ തന്നെ അവൻ്റെ ആളുകളായിട്ട് നേരെ ഫെഡറിക്കിൻ്റെ വീട്ടിലേക്ക് ചെല്ലും. അങ്ങനെ വീട് ഫുള്ള് സെർച്ച് ചെയ്തിട്ട് അവന് മരിയനെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ദേഷ്യത്തിൽ ഫെഡറിക്കിനോട് ചൂടായ ശേഷം അവനാണെങ്കിൽ ഇറങ്ങിപ്പോകും. ഇതേ സമയം മരിയനെ ആണെങ്കിൽ വിനയുടെ വീട്ടിൽ സേഫായിട്ട് ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞാണ് സാന്ദ്ര ആണെങ്കിൽ ആ ഡാമിനെ പറ്റി പറയാൻ ശങ്കറിൻ്റെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കത്തിയോണ്ട് ശങ്കറിൻ്റെ കൈ മുറിഞ്ഞ് ചോര വരുന്നത്. അപ്പോൾ തന്നെ ശങ്കരൻ പറയും ഇതത്ര നല്ല ലക്ഷണമല്ല, ഉടനെ തന്നെ എന്തോ അപകടം വരാൻ പോകുകയെന്ന്. പിന്നീട് ശങ്കരൻ ചെന്ന് വിനയനെ കാണും. എന്നിട്ട് വിനയോട് പറയും ഉടനെ തന്നെ മകനുമായിട്ട് ഇവിടുന്ന് പോകണമെന്ന് പറയും. ഇതേസമയം സാന്ദ്ര ആണെങ്കിൽ പുതിയ ഡാമിൻ്റെ ഉദ്ഘാടനത്തെ പറ്റി ന്യൂസ് കവർ ചെയ്യാൻ വേണ്ടി അവളുടെ ക്രൂമം ബേസിയുടെ ഡാമിന് അങ്ങോട്ട് പോയതായിരുന്നു. അന്നേരമാണ് പെട്ടെന്ന് പ്രകൃതി മാറുന്നത് കാണുന്നതും അവർ പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നതും. പിന്നീടാണ് വിനയാണെങ്കിൽ മീരയോട് അവനെ ഒഴിവാക്കിൻ്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ മീരയാണെങ്കിൽ അവനോട് ആദ്യമായിട്ട് സത്യം തുറന്നു പറയും. അന്നേരമാണ് വിനയ്ക്ക് ഇതിലൊന്നും വിശ്വാസമില്ലെന്ന് പറഞ്ഞ് മീരയുടെ നെറ്റിയിൽ ഒരു സിന്ദൂരം തൊട്ട് കൊടുക്കുന്നത്. പിന്നീട് മീര വെളിയിൽ ഇറങ്ങുമ്പോഴത്തേന് ശങ്കരനാണെങ്കിൽ അവളുടെ നെറ്റിയിലെ സിന്ദൂരം കാണും. അപ്പം തന്നെ അവനാണെങ്കിൽ പേടിയും വിഷമവും എല്ലാം വരും. അവൻ നേരെ പൂജാമുറി പോയിട്ട് പൂജ ചെയ്യാൻ തുടങ്ങും. കാരണം ശങ്കരൻ ഉറപ്പിച്ചായിരുന്നു ഇനി എന്തൊക്കെയോ വരാൻ പോകുന്നത്. അങ്ങനെ അന്ന് രാത്രി ആകുമ്പോഴത്തേക്കിന് ഫെഡറിക്കും റസിയും കൂടെ വിനയുടെ വീട്ടിലേക്ക് വരും. അന്നേരമാണ് അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മരിയ പതിയെ നടക്കാൻ തുടങ്ങുന്നത്. കാരണം ശങ്കരൻ്റെ ചികിത്സ കൊണ്ട് മരിയയ്ക്ക് നടക്കാൻ സാധിച്ചായിരുന്നു. ഇതേസമയം സാന്ദ്ര ആണെങ്കിൽ പുതിയ ഡാമിൻ്റെ അകത്ത് അവിടുത്തെ എഞ്ചിനീയറോട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കിനും പുള്ളി പറയുന്നത് വെച്ചാൽ പഴയ ഡാമിന് ഷട്ടർ തുറന്ന് വെള്ളമെല്ലാം പുതിയ ഡാമിലേക്ക് പതി വിട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു കുഴപ്പം ഉണ്ടാകത്തില്ലെന്നൊക്കെ പറയും. പക്ഷേ അവർക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു. കാരണം എന്നും കാണാത്ത പോലത്തെ ഒരു മഴയായിരുന്നു ഇന്ന് കണ്ടുകൊണ്ടിരുന്നത്. പെട്ടെന്നാണ് അവിടെ അലേർട്ട് വരുന്നത് പുതിയ ഡാമിന് വിള്ളൽ വന്നെന്ന് പറഞ്ഞ്. അങ്ങനെ അവരെല്ലാം അവിടെ പോയി നോക്കിയ ശേഷമാണ് അവിടുത്തെ ഡേഞ്ചർ മനസ്സിലാക്കുന്നതും ഉടനെ തന്നെ പുതിയ ഡാമിന് ഷട്ടർ തുറക്കണമെന്ന് പറയുന്നതും. പക്ഷേ അന്നേരമാണ് കൂടുതലുള്ള ഒരാൾ പറയുന്നത് അതിന് മേയറിൻ്റെ സമ്മതം വേണ്ടതെന്ന്. അങ്ങനെ മേയറിനെ വിളിച്ച് ചോദിക്കുമ്പോഴത്തേനും മേയർ സമ്മതിക്കത്തില്ല. പുള്ളി പറയും പഴയ ഡാമിന് ഇതുപോലെ ചെറിയ ചെറിയ ഹോളുള്ളതല്ല, ഇതൊക്കെ ഒരു പ്രശ്നമാക്കണമെന്ന് ചോദിക്കും. അപ്പോഴത്തേക്കിനുമാണ് ഇവിടുന്ന് എഞ്ചിനീയർ പറയുന്നത് പഴയ ഡാം പോലെ അല്ലല്ലോ, പുതിയ ഡാം കോൺക്രീറ്റ് അല്ല, ഇത് ഒരുപാട് നിൽക്കത്തില്ലെന്നൊക്കെ പറയും. പക്ഷേ മേയർ എന്നെ കാണിച്ചിട്ട് സമ്മതിക്കുന്നില്ലായിരുന്നു. കാരണം പിറ്റേ ദിവസം ഇനാഗ്രേഷനും പുള്ളിക്ക് ഒരുപാട് പദവിയിലും പോകാനുള്ളതായിരുന്നു. അങ്ങനെ മേയർ ഫോൺ കട്ട് ചെയ്യും. ഇവരാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കും. അങ്ങനെ മെയിൻ എഞ്ചിനീയർ എല്ലാവരോടും ഇവിടുന്ന് രക്ഷപ്പെട്ടോളാൻ പറഞ്ഞ് അവിടെ നിൽക്കും. പക്ഷേ സാന്ദ്രയും പോകുന്നില്ലായിരുന്നു. ഇതെങ്ങനെയും കുറേ പേരെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞ് മെയിൻ എഞ്ചിനീയറിൻ്റെ കൂടെ നിൽക്കും. അങ്ങനെയാണ് അവരെല്ലാം തീരുമാനിക്കുന്നത് ഉടനെ തന്നെ ഇത് അലേർട്ട് ചെയ്ത് കുറേ ആളുകളെയും ആ മലയിലുള്ള പള്ളിയിലോട്ട് മാറ്റണമെന്ന്. അങ്ങനെ സാന്ദ്ര എഞ്ചിനീയേഴ്സും കൂടെ നേരെ വിനയുടെ വീട്ടിലേക്കിലും അവിടെ ചെന്നെല്ലാവരെയും കാര്യം അറിയിച്ചിട്ട് അവിടെയുള്ള രോഗികളെല്ലാം ഉടനെ തന്നെ മലയിലേക്ക് മാറ്റണമെന്ന് പറയും. പിന്നീട് സാന്ദ്രയൊക്കെ പോകുന്നതെന്ന് വെച്ചാൽ ലോക്കൽ ടെലിവിഷൻ ന്യൂസിലേക്കാണ്. ഇത് ഉടനെ തന്നെ നാട്ടുകാരെല്ലാം അറിയിക്കാൻ വേണ്ടി. ഇതേസമയം വിനയുടെ വീട്ടിൽ എല്ലാവരും പതിയെ പോകാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ റസിയ ചെന്ന് ശങ്കരനോട് വരാൻ പറയുമ്പോഴത്തേന് ശങ്കരനാണ് വരുന്നില്ലെന്ന് പറഞ്ഞ് അവിടെ പൂജിച്ചുകൊണ്ടിരിക്കും. പിന്നീട് മീരനെ വിളിക്കുമ്പോൾ മീരയും ശങ്കരനില്ലാത്തതുകൊണ്ട് അവിടെ തന്നെ നിൽക്കുമെന്ന് പറയും. ഇതേസമയം രാത്രി ദുരയുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. കാരണം പിറ്റേ ദിവസം ഉദ്ഘാടനം നടക്കാൻ പോകുന്നതിൻ്റെ ആഘോഷമായിരുന്നു. അന്നേരമാണ് അവൻ്റെ ഒരാൾ വന്ന് പറയുന്നത് ലോക്കൽ ന്യൂസിൽ മരിയാണെങ്കിൽ ഡാമിൻ്റെ അപകടത്തെപ്പറ്റി പറയുന്ന വീഡിയോ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേസമയം സാന്ദ്ര എഞ്ചിനീയേഴ്സും വീണ്ടും ഡാമിൻ്റെ അവിടെ തന്നെ വന്നായിരുന്നു. പക്ഷേ അവർ തിരിച്ചു വന്നപ്പോഴത്തേക്കും അതിൻ്റെ അകത്തെല്ലാം വെള്ളം കയറിയായിരുന്നു. അങ്ങനെ ഇവരെങ്ങനെയാലും ഒരു ഷട്ടർ തുറക്കണമെന്ന് തീരുമാനിക്കും. പക്ഷേ വാൾവെല്ലാം വെള്ളത്തിൻ്റെ അടിയിലായിരുന്നു. പക്ഷേ എന്തൊക്കെ ഇരുന്നാലും എങ്ങനെയും തുറക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ അവരാണ് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതേസമയം ദുരയാണെങ്കിൽ ആ ലോക്കൽ ന്യൂസ് TV ചാനലിൽ വന്ന് അവരെല്ലാം പേടിപ്പിച്ച് മരിയ എവിടെ ഇരിക്കുന്നതെന്ന് കണ്ടുപിടിക്കും. അങ്ങനെ ദുരയൊക്കെ കൂടി നേരെ വിനയുടെ വീട്ടിലേക്ക് പോകും. ഇതേസമയം മലമുകളിലെ പള്ളി വെച്ച് വിനി വന്ന് റസിയോട് മീരയെപ്പറ്റി ചോദിക്കുന്നത്. അന്നേരം റസിയ മീരയാണെങ്കിൽ ശങ്കറിൻ്റെ കൂടെ ഇരിക്കുകയെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേക്കും വിനിയാണ് മീര രക്ഷിക്കാൻ വേണ്ടി തിരിച്ച് വീണ്ടും ഓടും. ഇതേസമയം ദുരയൊക്കെ വിനിയുടെ വീടിൻ്റെ അവിടെയായിട്ട് വന്നായിരുന്നു. ദുരയാണെങ്കിൽ അവൻ്റെ ആളുകളെ മരിയനെ പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടി ആ വീട്ടിലേക്ക് വിടും. ഇതേസമയം ഡാമിൻ്റെ അവിടെയാണെങ്കിൽ സാന്ദ്ര എഞ്ചിനീയേഴ്സും കൂടെ എങ്ങനെയൊക്കെ ഒരു വിധത്തിൽ ആ വാൾ ഓപ്പണാക്കി ഷട്ടർ തുറക്കും. അങ്ങനെ അവരത് ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെ ഒരു ഭൂമികുലുക്കം ഉണ്ടാകുന്നത്. അങ്ങനെ ആ ഡാമിൻ്റെ പകുതി ഭാഗങ്ങളും തകർന്ന് വെള്ളം കയറാൻ തുടങ്ങും.
ഇവരവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോഴാണ് മെയിൻ എഞ്ചിനീയറിൻ്റെ തലയിലേക്ക് ഇരുമ്പ് കഷ്ണം വീണ് അവൻ അവിടെ തന്നെ മരിച്ചു വീഴുന്നത്. അത് കഴിഞ്ഞ് സാന്ദ്ര അസിസ്റ്റൻറ്റ് എഞ്ചിനീയറും കൂടെ അവിടെ നിന്ന് രക്ഷപ്പെടും. പിന്നീട് വലിയൊരു ശബ്ദത്തോടു കൂടി പഴയ ഡാം തകരും. അതിനുശേഷം അവിടുത്തെ വെള്ളമെല്ലാം വലിയൊരു ഫോഴ്സിലേക്ക് പുതിയ ഡാമിലേക്ക് ഇല്ലും. ആ ഡാമിനും അത് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് അതും തകരും. അങ്ങനെ മണിക്കൂറുകൾക്കുള്ളിൽ ഡാമിന് താഴെയുള്ള മുഴുവൻ ഭാഗത്തെ ആ വെള്ളം തുടച്ച് നീക്കിക്കൊണ്ടങ്ങ് പോകും. പിന്നീട് ഇത് ലോകം മുഴുവൻ വലിയൊരു വാർത്തയായ ശേഷം റെസ്ക്യൂ ടീം എല്ലാം വരുമ്പോഴാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ട വിനയനെ നമ്മളെ കാണിക്കുന്നത്. കാരണം അവൻ ഡാം പൊട്ടുന്ന സ്ഥലത്തേക്ക് പോയില്ലായിരുന്നു, അതിനു മുന്നേ തന്നെ മറ്റൊരു സ്ഥലത്ത് അവൻ കുടുങ്ങി കിടക്കുമായിരുന്നു. അങ്ങനെ ഈ അപകടത്തിൽ ദുരൈ അവൻ്റെ ആളുകളും എല്ലാം ഒലിച്ചു പോയിരുന്നു. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ച് അവരുടെ ശവങ്ങളെല്ലാം കൂട്ടിയിട്ടേക്കുന്നത് നമ്മളെ കാണിക്കും. പിന്നീട് വീണ്ടും സിനിമ തുടങ്ങിയ സ്ഥലത്തേക്ക് വരും. അതായത് ഫെഡറിക് ആണെങ്കിൽ ഡാം 999 എന്ന് പറഞ്ഞ ആ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതിലേക്കും. അന്നേരമാണ് നമുക്ക് പിടികിട്ടുന്നത് എന്തുകൊണ്ടായിരുന്നു അന്ന് വിനയ് ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടിരുന്നത്. കാരണം അവനാണെങ്കിൽ അവൻ്റെ മീരയും അതുപോലെ തന്നെ അവൻ്റെ അച്ഛനും നഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ എന്നിരുന്നാലും വിനയ്ക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ അവിടെ എല്ലാം മീര നിൽക്കുന്ന പോലെ മീരയുടെ പ്രസൻസ് എല്ലാം ഫീൽ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് പോകുന്ന വഴിക്ക് റിസി ആണെങ്കിൽ ഫെഡറിക്കിനോട് പറയും മീര ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഒരു സംശയമുണ്ട്, അവൾക്കും അതുപോലെ ഫീൽ ചെയ്യാൻ തുടങ്ങിയെന്ന്. അപ്പോൾ ഇതിന് ഫെഡറിക്കാണ് ഇവളോട് പറയും അതല്ല ഇവളുടെ തോന്നലാണ്, മീരയാണെങ്കിൽ വിനയുടെ മെമ്മറീസിൽ മാത്രമാണ് ജീവിച്ചിരിക്കുന്നതെന്ന് പറയും. അതെല്ലാം കഴിയുമ്പോഴാണ് നമ്മളെ കാണിക്കുന്നത് അവിടെ ഒരു ബസ്സിലായിട്ട് മീര ഇരിക്കുന്നതായിട്ട്.